അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ അമ്മാ ബഅദ്. ബഹുമാനികളെ, ഇന്ന് ആശുറ ദിനമാണ്. മുഹറം 10 എന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല ധാരാളം നന്മയായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്ത ഒരു ദിവസമാണ് ആശുറ. ഈ ആശുറ ദിനം ഈ മാസത്തിലായതുകൊണ്ടാണ് അല്ലാഹു തആലയിലേക്ക് ചേർത്തുകൊണ്ട് ഈ മാസത്തെ പരിചയപ്പെടുത്തുന്നത്. ഷഹറുല്ലാഹ്, അള്ളാഹുവിന്റെ മാസം എന്നത്. അള്ളാഹുവിന്റെ മാസം എന്ന് ഈ മാസത്തിന് പേര് വരാൻ തന്നെ കാരണം ആശുറ ദിനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നന്മയായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അർശിനെ സൃഷ്ടിച്ചതും ലൗഹിനെ സൃഷ്ടിച്ചതും ഖലമിനെ സൃഷ്ടിച്ചതും ആശുറ ദിനത്തിലാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചത് ആശുറ ദിനത്തിലാണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ദുനിയാവിനെ സൃഷ്ടിക്കാൻ തുടങ്ങിയത് ആശുറ ദിനത്തിലാണ്. മാത്രമല്ല, ഭൂമിയിലേക്ക് ആദ്യമായി മഴ വർഷിക്കപ്പെട്ടത് ആശുറ ദിനത്തിലാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഈ ദിവസത്തിൽ പ്രത്യേകമായ ഒരു ഐശ്വര്യവും ബറക്കത്തുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നാം നമ്മുടെ ആശ്രിതർക്ക് ഇന്നത്തെ നോമ്പുതുറയിൽ ഭക്ഷണ വിശാലതയും നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളിൽ എല്ലാ ഹൈറായ കാര്യങ്ങളിലും വിശാലത ചെയ്യണമെന്ന് പണ്ഡിതന്മാർ പറയാനുള്ള കാരണം, ഒരു മുസ്ലിമായ മനുഷ്യൻ ഇആനത്തു താലിബീൻ, ഫത്ഹുൽ മുഈന്റെ ശറഹാകുന്ന ഇആനത്തു താലിബീനിൽ ഒരു സംഭവമുണ്ട്. ഒരു മുസ്ലിമായ മനുഷ്യൻ, ഫഖീറായ മനുഷ്യൻ, അവർക്കും തൻ്റെ ഭാര്യ സന്താനങ്ങൾക്കും നോമ്പായിരുന്നു ഒരു ആശുറ ദിനത്തിൽ. അങ്ങനെ നോമ്പ് പിടിച്ചു. നോമ്പ് തുറക്കുന്ന സമയത്തേക്കുള്ള ഭക്ഷണത്തിന് തൻ്റെ അടുക്കൽ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിയ ആ ഫഖീറായ മനുഷ്യൻ ധനാഢ്യനായ ഒരു മുസ്ലിമായ സഹോദരനെ സമീപിക്കുകയാണ്. ആ മുസ്ലിമായ സഹോദരൻ ആ സമയത്ത് അദ്ദേഹത്തിന്റെ കടയിലാണ്, വിശാലമായ കട. ഒരുപാട് സമ്പത്തുള്ള ആ മുസ്ലിമായ മനുഷ്യന്റെ അടുക്കൽ ചെന്നുകൊണ്ട് ഫഖീറായ ഈ മനുഷ്യൻ ചെന്നുകൊണ്ട് പറയുകയാണ്, അല്ലയോ സഹോദര, എനിക്കും എൻ്റെ വീട്ടുകാർക്കും എല്ലാം ഇന്ന് നോമ്പാണ്, ആശുറ ദിനമാണല്ലോ. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു ദിർഹം എനിക്ക് കടം തരികയാണ് എങ്കിൽ ഞാൻ അഷ്തരി ബിഹി ഫത്തൂറൻ ലിഇയാലി, എനിക്കും എൻ്റെ കുടുംബത്തിനുമുള്ള നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം ഞാൻ അതുകൊണ്ട് വാങ്ങാം. മാത്രമല്ല വഅദ്ഉ ലക്കൽ യൗം, ഇന്ന ദിവസം വളരെയധികം മഹത്വമുള്ളതാണല്ലോ, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും ദുആ ചെയ്യാം, ഒരു ദിർഹം കടമായിട്ട് എനിക്ക് തന്നാ മതി എന്ന് പറഞ്ഞപ്പോ ഈ മനുഷ്യൻ ഫവല്ല ബിവജ്ഹിഹി, ആ ഫഖീറായ മനുഷ്യനിൽ നിന്നും മുഖം തിരിക്കുകയാണ്. ലം യുഅതി ഷൈഅ, ഒന്നും കൊടുത്തില്ല. അങ്ങനെ ആ ഫഖീറായ മനുഷ്യൻ റജഅ മിൻഹു, അവിടെ നിന്നും മടങ്ങുകയാണ്. മക്സൂറൽ ഖൽബ്, ഹൃദയ വേദനയോടുകൂടെയാണ്, വിഷമത്തോടുകൂടെയാണ് ആ കടയിൽ നിന്നും ഇറങ്ങുന്നത്. മനുഷ്യന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നുണ്ട്. കാരണം അത്രയും സമ്പത്തുള്ള ഒരു മനുഷ്യന്റെ അടുക്കൽ ചെന്നുകൊണ്ട്, ഇന്നത്തെ ദിവസത്തിന്റെ മഹത്വം അറിയാവുന്ന ആ മുസ്ലിമായ മനുഷ്യന്റെ അടുക്കൽ ചെന്നുകൊണ്ട് ഒരു ദിർഹമാണ് താൻ ചോദിച്ചത്. തനിക്കും കുടുംബത്തിനും ഇനി നോമ്പ് തുറക്കാൻ മറ്റൊരു വകുപ്പുമില്ലല്ലോ എന്ന് മനസ്സിലാക്കി വിഷമത്തോടുകൂടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നുണ്ട്. ആ സമയത്താണ് ഒരു യഹൂദിയായ മനുഷ്യൻ വരുന്നത്. യഹൂദിയായ മനുഷ്യൻ വന്നുകൊണ്ട് ചോദിക്കുന്നു, ആ കടയിലുള്ളത് എൻ്റെ അയൽവാസിയാണ്, നിങ്ങൾ എന്തോ ഒന്ന് അവരുമായിട്ട് സംസാരിക്കുന്നത് കണ്ടല്ലോ, ഇപ്പൊ വിഷമത്തോടു കൂടിയാണല്ലോ നിങ്ങൾ മടങ്ങുന്നത്, എന്താണ് നിങ്ങൾക്കിടയിലുള്ള ഉണ്ടായ സംസാരം എന്ന് ചോദിക്കുകയാണ്. അപ്പോ ഈ മുസ്ലിമായ മനുഷ്യൻ പറഞ്ഞു, എനിക്കും എൻ്റെ കുടുംബത്തിനും ഇന്ന് നോമ്പാണ്. അപ്പോ ഒരു ദിർഹം കടം ചോദിക്കുന്നതിന് വേണ്ടിയാണ് ആ സഹോദരന്റെ അടുക്കൽ ചെന്നത്. അദ്ദേഹം എനിക്ക് തന്നില്ല, നിരാശനായിക്കൊണ്ട് എന്നെ മടക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് യഹൂദിയായ മനുഷ്യൻ ചോദിച്ചു, ഇന്ന് നിങ്ങൾ നോമ്പെടുക്കാനുള്ള കാരണം എന്താ? അപ്പോ മുസ്ലിമായ മനുഷ്യൻ പറഞ്ഞു, ഹാദാ യൗമു ആശുറ, ഇത് മുഹറം 10 ദിവസമാണ്. ഈ മുഹറം 10 ദിവസമാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോ ഈ യഹൂദിയായ മനുഷ്യൻ തിരിച്ചു ചോദിക്കുകയാണ്, എന്താണ് മുഹറം 10 പ്രത്യേകത? യഹൂദിക്ക് അറിയാം, എന്തറിയാം? മൂസാ നബി അലൈഹിസ്സലാമിനെയും ഖൗമിനെയും രക്ഷപ്പെടുത്തിയ ദിവസമാണ് മുഹറം 10 എന്ന അറിവ് യഹൂദിക്കുണ്ട്. എന്നാൽ മുസ്ലിമായ മനുഷ്യനിൽ നിന്നും എന്താണ് പ്രതികരണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി യഹൂദിയായ മനുഷ്യൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് നോമ്പെടുക്കുന്നത്? അപ്പോ മുഹറം 10 പല മഹത്വങ്ങളും ഈ യഹൂദിയായ മനുഷ്യനിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഫഖീറായ മനുഷ്യൻ പറഞ്ഞു, മൂസാ നബി അലൈഹി ഇസ്ലാമിനെ രക്ഷപ്പെടുത്തി, മാത്രമല്ല ഒരുപാട് പ്രവാചകന്മാർക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായി. അതുകൊണ്ട് ഞങ്ങളോട് നേതാവ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്തായ നോമ്പെടുക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഇത് വളരെയധികം പുണ്യമുള്ള, വളരെയധികം ശ്രേഷ്ഠതയുള്ള, മഹത്വമുള്ള ദിവസമായിട്ട് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ആ യഹൂദിയായ മനുഷ്യൻ പറയുകയാണ്, മൂസാ നബി അലൈഹി ഇസ്ലാമിനെയും രക്ഷപ്പെടുത്തിയതായ ദിവസമാണ് ഇന്ന്,
അത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് 10 ദിർഹം എടുത്തു കൊടുത്തിട്ട് പറയുന്നു, ഇത് കടമല്ല, ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. ഈ ദിവസത്തിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. നിങ്ങളും കുടുംബവും സന്തോഷത്തോടുകൂടി നോമ്പ് തുറന്നുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് യഹൂദിയായ മനുഷ്യൻ സന്തോഷത്തോടുകൂടി ഈ ഫക്കീറായ മനുഷ്യനെ പറഞ്ഞയക്കുകയാണ്. ബഹുമാനികളെ, പിന്നെന്താ സംഭവിച്ചത്? ആ കിതാബ് നമുക്ക് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അന്നത്തെ രാത്രിയിൽ ഈ മുസ്ലിമായ ധനാഢ്യനായ മനുഷ്യൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഒരു സ്വപ്നം കാണുകയാണ്. എന്താണ് സ്വപ്നം? ഖിയാമത്ത് നാൾ സംഭവിച്ചു. ഖിയാമത്ത് നാൾ സംഭവിച്ചതിന് ശേഷം ഇദ്ദേഹം അതാ ഒരു വലിയ സുന്ദരമായ കൊട്ടാരത്തിന്റെ മുമ്പിലാണുള്ളത്. സുന്ദരമായ കൊട്ടാരത്തിന്റെ മുമ്പിലാണുള്ളത്. ഈ മനുഷ്യൻ കൊട്ടാരത്തിന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറയുകയാണ്, ഇസ്ഖിനി ശുർബത്തൻ മിൻ മാ യാ അഹ്ലൽ ഖുസൂർ. അല്ലയോ ഈ കൊട്ടാരവാസികളായ ആളുകളെ, എനിക്കൊരൽപ്പം വെള്ളം തരൂ എന്ന് ആവശ്യപ്പെടുകയാണ്. ഈ മനുഷ്യനിക്ക് വെള്ളം കൊടുക്കാതെ അവിടെ നിന്നും മാറ്റി നിർത്തുകയാണ്. ആ സമയത്ത് പറയുന്നുണ്ട്, ഇത് നിങ്ങൾക്കുള്ള കൊട്ടാരമായിരുന്നു, പക്ഷേ ഒരു ദരിദ്രനായ മനുഷ്യനെ ആശുറന്റെ ദിനത്തിൽ, പവിത്രമായ ഒരു ദിനത്തിൽ മനസ്സ് പ്രയാസപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ മടക്കി അയച്ചതിന്റെ പേരിൽ ഈ കൊട്ടാരം നിങ്ങളിൽ നിന്നും യഹൂദിയായ മനുഷ്യനിക്ക് വേണ്ടി എഴുതിയിരിക്കുകയാണ് എന്ന് അറിയിപ്പ് നൽകുകയാണ്. പ്രഭാതമായി സുബഹി നിസ്കാരം കഴിഞ്ഞ് ഈ മുസ്ലിമായ മനുഷ്യൻ ഓടുകയാണ്, യഹൂദിയായ മനുഷ്യന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ഇന്നലെ ഒരു മുസ്ലിമായ മനുഷ്യനിക്ക് 10 ദിർഹം കൊടുത്തല്ലോ, എന്നാൽ ഞാൻ ഒരു 100 ദിർഹം തരാം, അതിന് പകരം 100 ദിർഹം തരാം. നിങ്ങൾ കൊടുത്ത ആ 10 ദിർഹം നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലം എനിക്ക് വിൽക്കുമോ എന്ന് ചോദിച്ചു. നിങ്ങൾ 10 ദിർഹമിന് നിങ്ങൾക്ക് 10 ദിർഹമിന് കിട്ടിയതായ ആ പ്രതിഫലം എനിക്ക് വിൽക്കുമോ എന്ന് ചോദിക്കുകയാണ് ഈ മുസ്ലിമായ മനുഷ്യൻ. 100 ദിർഹം നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പൊ യഹൂദിയായ മനുഷ്യൻ പറയുന്നു, എനിക്ക് എന്റെ കൊട്ടാരത്തെ ആഗ്രഹിച്ചു കൊണ്ടല്ലേ നിങ്ങളിപ്പോ ഈ 100 ദിർഹവുമായിട്ട് വന്നേക്കുന്നത്? 1000 ദിർഹം തരാം എന്ന് പറഞ്ഞാലും ഞാനത് തരില്ല എന്ന് പറയുകയാണ്. ഈ മുസ്ലിമായ മനുഷ്യൻ പറഞ്ഞു, ഞാൻ എന്റെ സ്വപ്നത്തിൽ കണ്ട കാര്യമാണല്ലോ, നിങ്ങൾക്ക് ഇതാരാണ് വെളിവാക്കി തന്നത് എന്ന് പറഞ്ഞപ്പോ, ഇന്നലെ രാത്രിയിൽ എനിക്ക് സ്വപ്ന ദർശനമുണ്ടായി. ഒരു മുസ്ലിമായ മനുഷ്യനെ ആശുറന്റെ ദിനത്തെ മഹത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് സഹായിച്ചതിന്റെ പേരിൽ ഒരു നല്ല കൊട്ടാരം പണിയപ്പെട്ടിട്ടുണ്ട് എന്ന് ഒരു അറിയിപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഈ മനുഷ്യൻ പറഞ്ഞു, മുസ്ലിമായ മനുഷ്യൻ പറയുകയാണ്, നിങ്ങൾ യഹൂദിയല്ലേ, എന്നാൽ നിങ്ങൾക്ക് സ്വർഗാവകാശത്തിന് അർഹത ഉണ്ടാവുകയില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് തരൂ എന്ന് പറഞ്ഞപ്പോ യഹൂദിയായ മനുഷ്യൻ പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഞാൻ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നിരിക്കുകയാണ് എന്ന് പറയുകയാണ് ഉണ്ടായത്. ബഹുമാനികളെ, ആശുറ ദിനത്തിൽ ആ ഒരു ഫക്കീറിനെ ആദരിച്ചു, ഫക്കീറിനെ സന്തോഷിപ്പിച്ചപ്പോ ഒരു യഹൂദിയായ മനുഷ്യനിക്ക് ഹിദായത്ത് കിട്ടുകയും സ്വർഗത്തിൽ ഉന്നതമായ പദവി ലഭിക്കുകയും ചെയ്തു. എന്നാൽ മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ലഭിക്കേണ്ടതായ സൗഭാഗ്യം നഷ്ടപ്പെടുത്തി കളയുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ആശുറ ദിനത്തെ സന്തോഷത്തോടുകൂടെ നാം സ്വീകരിക്കുകയും നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് ഭക്ഷണത്തിൽ വിശാലത നൽകുകയും സാധുക്കളായ ആളുകൾ നമ്മുടെ അടുക്കലേക്ക് വരികയാണ് എങ്കിൽ അവരെ നാം മടക്കി അയക്കാതിരിക്കുകയും നമ്മളെ കൊണ്ട് എന്തെങ്കിലും കഴിയുമെങ്കിൽ അവർക്ക് അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.